ഓക്കെ, ഇനി നമുക്ക് ഓട്ടോമാറ്റിക് കാർ ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആയപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററിൽ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. ഇപ്പോൾ 2D എന്ന് നമുക്ക് മീറ്റർ കൺസോളിൽ കാണാം. ഇനി പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ഓട്ടോമാറ്റിക് കാർ എങ്ങനെയാണ് നമുക്കൊരു കയറ്റത്തെടുക്കാൻ കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് കാർ നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാമെന്നുള്ളതാണ്. ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം മാരുതിയുടെ സെലേറിയോ ആണ്. ഇത് ഏറ്റവും പുതിയ മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഒപ്പം തന്നെ നമുക്ക് മാനുവലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ്. എന്തായാലും നിങ്ങൾ ഓട്ടോമാറ്റിക് ഓടിക്കാനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ടുള്ള സിമ്പിൾ ട്രിക്കുകളും ടെക്നിക്കുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് കാർ ഏറ്റവും വേഗത്തിൽ ഓടിച്ചു പഠിക്കാനായിട്ടുള്ള ട്രിക്കുകളും ടെക്നിക്കുകളുമാണ് പറയുന്നത്. ഇത് നിങ്ങൾ വെറും ഒരു ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സ്വയമായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളുടെ വാഹനത്തിൻ്റെ പെഡലുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ട് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് 2 പെഡലുകളാണ്. ഒന്ന് ബ്രേക്കും മറ്റൊന്ന് ആക്സിലറേറ്ററും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വലത്തെ കാൽ ഉപയോഗിച്ച് വേണം നിങ്ങൾ ബ്രേക്കും ആക്സിലറേറ്ററും മാറി മാറി യൂസ് ചെയ്യാനായിട്ട്. ഇടത്തെ കാലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രേക്കിൽ കാല് വെച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ആകൂ. അല്ലാത്ത പക്ഷം നമ്മൾ വണ്ടിയുടെ കീ ഇടുന്ന ഭാഗത്ത്, അതായത് ഇഗ്നിഷൻ ഇടുന്ന ഭാഗത്ത് നമ്മൾ താക്കോലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ആകില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മളുടെ കാല് ബ്രേക്ക് പെഡലിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നമുക്ക് മൂവ് ആക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2-3 മോഡുകൾ കൃത്യമായിട്ടും ഓട്ടോമാറ്റിക് കാറുകളിൽ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ അതിന് നോക്കുക. ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ വരുന്നത്, ഓട്ടോമാറ്റിക് ഗിയർ ലിവർ വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു ലിവറിൽ നമുക്ക് 3 മോഡുകൾ കാണാം. ഇവിടെ R എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ N എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ D എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ഇവിടെ M പ്ലസ് മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മോഡുകളിൽ പ്രധാനപ്പെട്ട മോഡുകളാണ് D, ന്യൂട്രൽ, R. ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന മോഡ്. അപ്പോൾ ഈ മോഡിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ഗിയർ ലിവർ ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ്. ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗമാണ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ലിവർ താഴോട്ടൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് വന്നു. അപ്പോൾ ഡ്രൈവ് മോഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോകുന്ന ഒരു മോഡാണ്. അപ്പോൾ ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും. ഓക്കെ, ഇനി വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിലോ ആദ്യം ന്യൂട്രൽ മോഡിലേക്ക് വരും. ഇപ്പം ഞാൻ ന്യൂട്രൽ മോഡിലേക്ക് വന്നു, എന്നിട്ട് ലിവർ ജസ്റ്റ് മേളിലേക്ക് തട്ടി കൊടുക്കുക. അതായത് ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് റിവേഴ്സ് മോഡിലേക്ക് വരും. ഈ റിവേഴ്സ് മോഡ് നമുക്ക് ഓരോ മോഡുകളിൽ കറക്റ്റ് വീണിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഈ മീറ്റർ കൺസോളിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതായത് നമുക്ക് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ കാണുന്ന കിലോമീറ്റർ സ്പീഡ് അറിയുന്ന മീറ്റർ കൺസോളിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു RPM മീറ്റർ കൺസോൾ നമുക്ക് ഇവിടെ കാണാം. ചെറിയൊരു മീറ്റർ കൺസോൾ ഇവിടെ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ R എന്ന് എഴുതിയിട്ടുണ്ട്. ഈ R എന്ന് വന്നേക്കുന്നത് റിവേഴ്സ് മോഡിലേക്ക് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതാണ് R. ഇനി ഞാൻ ഈ റിവേഴ്സ് മോഡിൽ നിന്ന് ന്യൂട്രലിലേക്ക് ആക്കിയാൽ, അതായത് നിങ്ങൾ നോക്കുക, ജസ്റ്റ് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ മോഡ് വീണ്ടും മാറി N എന്ന് കാണിക്കും. നിങ്ങൾ നോക്കിക്കേ, N. ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ മോഡിലേക്ക് വന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് അത് പിടികിട്ടി. ഇനി നമുക്ക് ഡ്രൈവ് മോഡ്, വണ്ടി ഓടിക്കുന്ന മോഡിലേക്ക് പോകണം. അതിന് ജസ്റ്റ് നേരെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് വരും. ഡ്രൈവ് മോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1D എന്ന് എഴുതും. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1 എന്ന് എഴുതിയിട്ട് D എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ നിലവിൽ വാഹനം കിടക്കുന്നത്. ഇനി നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോമാറ്റിക് കാർ ഡ്രൈവ് ചെയ്ത് നോക്കാം. തുടക്കം മുതൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെത്തേഡുകൾ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത്, നിങ്ങളുടെ കാല് ബ്രേക്ക് പെഡലേ വെക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുക. ഓക്കെ, വണ്ടി ബ്രേക്ക് പെഡലേ വെച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ആവുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
ചെയ്യേണ്ടത് കൃത്യമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ന്യൂട്രൽ മോഡിലേക്ക് മാറ്റണം. ഇപ്പം നിലവിലെ ഡ്രൈവ് മോഡിൽ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മേളിലേക്ക് ഇടുന്നു. ഇപ്പം ന്യൂട്രൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. നമ്മൾ ഡ്രൈവ് മോഡിലിട്ടിട്ട് കീ തിരിക്കാൻ നോക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല. അതുകൊണ്ട് ന്യൂട്രൽ മോഡിലേക്ക് ആക്കുക. അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിനി വണ്ടി ഓടിച്ചു തുടങ്ങണം. ഓടിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈവ് മോഡിലേക്ക് മാറ്റും. നിങ്ങൾ നോക്കുക, തൊട്ട് താഴോട്ട് ലിവർ ഇട്ടു, ഇപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് എടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് എടുത്തേക്കുന്നത്. അതായത് 1D എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മളിപ്പോൾ വണ്ടി എടുത്തു. ഇനി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ പോവുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആയപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററിൽ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. ഇപ്പോൾ 2D എന്ന് നമുക്ക് മീറ്റർ കൺസോളിൽ കാണാം. ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. 3Dയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ആയപ്പോൾ 3Dയിലേക്ക് വന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, വണ്ടി നല്ല സ്പീഡിൽ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 4Dയിലേക്ക് വന്നു, 40 കിലോമീറ്ററിലേക്ക് വന്നു. വീണ്ടും ഞാൻ ബ്രേക്ക് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് തേർഡിൽ വന്നു, സെക്കൻഡിൽ വന്നു. കാരണം 20 കിലോമീറ്റർ വേഗതയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ആ സ്പീഡ് ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ചെയ്ത് വരികയാണ്. അപ്പം ഈ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങും വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് വാഹനം തന്നെ ചെയ്തോളും. അതാണ് ഈ ഓട്ടോമാറ്റിക് കാറിൻ്റെ ഒരു പ്രത്യേകത. അപ്പം പിന്നെ ഇതെങ്ങനെയാണ് ഗിയർ അപ്പും ഡൗണും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ സ്പീഡിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിൽ ഇട്ട് പോകുന്ന സമയത്ത് ഒരു 20 കിലോമീറ്റർ വേഗത, ഒരു 30 കിലോമീറ്ററിൽ തേർഡ് ഗിയർ, ഒരു 40 കിലോമീറ്റർ ആകുമ്പോൾ ഫോർത്ത് ഗിയർ, ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ 5ാമത്തെ ഗിയറിലേക്ക് നമ്മുടെ ഈ ഒരു വാഹനം പോകും. ഇപ്പോൾ 2D ഡ്രൈവിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ഇത് ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് വളവുകൾ വരുന്നു. അപ്പം നമ്മളിത് ഇതുപോലെ ബ്രേക്ക് വരിക, വളവ് നിവർന്നാൽ ഉടൻ തന്നെ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അപ്പം നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ച് ഇത്രയും സിമ്പിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം. ഇനി നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആകാനായിട്ട് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ ഇപ്പോൾ 3D ഡ്രൈവിലേക്ക് വന്നു, 3ാമത്തെ ഡ്രൈവ് വന്നു, ഇപ്പോൾ 4ാമത്തെ ഡ്രൈവിലേക്ക് വന്നു, ഫോർത്ത് ഗിയറിലേക്ക് വന്നു. ഇനി ജസ്റ്റ് ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് 40 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇപ്പോൾ 3ാമത്തെ ഗിയറിലേക്ക് വന്ന് വീണ്ടും ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മുടെ വാഹനം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ജംഗ്ഷൻ വരികയാണ്. ജംഗ്ഷൻ വരുന്ന സമയത്ത് ഇതേ എൻ്റെ കാല് ബ്രേക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് കാർ ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് തിരിയണം. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. ഇനി ബ്രേക്കിൽ നിന്നും കാല് പതുക്കെ അയക്കുക. എന്നിട്ട് ആവശ്യാനുസരണം പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ചിറങ്ങാം. അപ്പം ഒരു ജംഗ്ഷനൊന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണം. ജസ്റ്റ് ബ്രേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ സ്ലോ ആകും, വണ്ടി നിൽക്കത്തുമില്ല. നമുക്ക് പിന്നെ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിച്ചാൽ മതി. അപ്പോൾ ബ്രേക്കും ആക്സിലറേഷനും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഗിയർ ലിവറിലേക്ക് നമ്മുടെ കൈ വരേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് മോഡിലിടുമ്പോൾ ഗിയർ അപ്പും ഡൗണും ചെയ്യും. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. ഒരിടത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഇതേ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ്, ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് നമുക്ക് ഇതുപോലെ വണ്ടി ഒതുക്കി നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ ഉള്ള ഒരു ഗുണവും കൂടെ നിങ്ങളുമായിട്ട് പറയാം. ഇപ്പം ഞാൻ ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയ സമയത്ത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓഫായിട്ടുണ്ട്. അതായത് നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി നമുക്ക് നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പം നമ്മുടെ വണ്ടി നമുക്ക് ട്രാഫിക്കിൽ ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി ഓഫാകും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ട് ഇതുപോലെ മൂവ് ആകും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകത പുതിയ വാഹനങ്ങൾക്കുണ്ട്. ഇത് ഐഡിയലായിട്ട് വണ്ടി അങ്ങ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് ആകുന്ന സമയത്ത് ഇവിടെ മീറ്റർ കൺസോളിൽ A എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്, ഒരു ബട്ടൺ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ വണ്ടി പൂർണ്ണമായിട്ട് ഓഫ് ആണെന്നുള്ളതല്ല, നമ്മുടെ വണ്ടി ഡ്രൈവ് മോഡിൽ കിടക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു നിശ്ചിത സമയത്തേന് വണ്ടി ഓഫായി എന്നുള്ളതേ ഉള്ളൂ. ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എപ്പോൾ കാലെടുക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ട് ഇതുപോലെ മൂവ് ആകും. ഇപ്പം കണ്ടില്ല, വണ്ടി ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ നമ്മൾ സൈഡിൽ നിർത്തിയപ്പോൾ വണ്ടി ഓഫായി. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഡ്രൈവിലേക്ക് വരികയാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് മോഡിലേക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒരിടത്ത് വണ്ടി പാർക്ക്, അതായത് ഒരു ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി പല ആൾക്കാർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, ഓട്ടോമാറ്റിക് കാർ എങ്ങനെയാണ് നമുക്കൊരു കയറ്റത്തെടുക്കാൻ കഴിയുന്നത്. നിങ്ങളെ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കയറ്റത്തെടുക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം ഒരു
ഒരു നിശ്ചിത സെക്കൻഡ് വാഹനം നമ്മുടെ വാഹനത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കും കയറ്റത്ത്. അതായത് ബ്രേക്ക് ഇല്ലാതെ തന്നെ ഒരു നിശ്ചിത സെക്കൻഡ് വാഹനം ഹോൾഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാല് അയക്കുന്ന സമയത്ത് വണ്ടി ഒരു ശകലം സമയം ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈസി ആയിട്ട് വണ്ടി കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയും. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി എടുക്കാം. നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കേ കാല് വെക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് വണ്ടി ഒരു ശകലം സമയം ഇതുകൊണ്ട് പിടിച്ചു നിന്നു. ആ ഒരു സമയത്ത് ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും. എന്നാൽ ഇത്തരത്തിൽ ഹിൽ ഹോൾഡ് ഓപ്ഷൻ ഇല്ലാത്ത വാഹനമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്തിൽ നമുക്കിത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം എടുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം, ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിൽ വലിച്ചിടുക. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിങ്ങനെ പിടിച്ച് ഈ ബട്ടൺ ഞെക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്കിലാണ് നിൽക്കുന്നത്, വാഹനം ബാക്കിലേക്ക് ഉരുണ്ടു പോകത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി മുന്നോട്ടെടുക്കാൻ ഡ്രൈവ് മോഡിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മുന്നോട്ട് നീക്കുക. അപ്പം വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുക, ഒന്ന് കുതിക്കാനായിട്ടുള്ള പ്രതീതി കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് പതിയെ ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള ഒരു കയറ്റമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരു വാഹനം എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കാനായിട്ട് കഴിയും. ഇനി ഓട്ടോമാറ്റിക് കാർ നമുക്ക് എങ്ങനെ റിവേഴ്സ് ഇട്ട് തിരിക്കാം എന്നുള്ളത് നിങ്ങളെ ഞാനിവിടെ വണ്ടി തിരിച്ച് തന്നെ കാണിക്കാം. നിങ്ങൾ അതും കൂടെ കാണുക. നമുക്കിത് ഇവിടെ ഇട്ട് വാഹനം തിരിക്കാം. ഞാനിത് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്, ബ്രേക്കേ കാല് വരുന്നു. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ട് കയറ്റി തിരിക്കാം. കുറച്ചും കൂടെ വാഹനം മുന്നോട്ട് വന്നു, ബ്രേക്കേ കാല് നിൽക്കുന്നു. ഇനി നമ്മൾ റിവേഴ്സ് മോഡിലേക്ക് ഇടുന്നു. അതായത് ബ്രേക്കിൽ കാല് വെച്ച് വേണം നമ്മൾ റിവേഴ്സ് മോഡിലേക്ക് ഇടാൻ. ഇത് റിവേഴ്സ് മോഡിലേക്ക് ന്യൂട്രൽ മോഡിൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് മുകളിലേക്ക് ഇടുന്നു. ഇപ്പോൾ റിവേഴ്സ് മോഡിലേക്ക് വന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് കാലയക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകും. നിങ്ങൾ നോക്കിക്കേ, ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ബാക്കിലേക്ക് റോളാകും. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് ഞാൻ പതിയെ അയച്ചതേ ഉള്ളൂ. അയച്ചപ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ട്. ഇനി നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, പൊടിക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ നീങ്ങും. കണ്ടോ? എന്നിട്ട് വീണ്ടും ബ്രേക്കിലേക്ക് വരിക. നമുക്ക് വണ്ടി ഇതുപോലെ ചവിട്ടി നിർത്താം. വീണ്ടും എന്ത് ചെയ്യുന്നു, ന്യൂട്രൽ മോഡിലേക്ക് വരുന്നു, എന്നിട്ട് ഡ്രൈവ് മോഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം മുന്നോട്ട് പോകുന്ന മോഡിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇതുപോലെ വാഹനം എടുക്കുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഇത് മാനുവലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ -+ ഡ്രൈവ് എന്ന് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. ഇനി നമ്മൾ മാനുവൽ മോഡിലേക്ക് ഇത് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡ്രൈവ് മോഡിലേക്ക് ഇത് മാറ്റുക. ഡ്രൈവ് മോഡിലേക്ക് വന്നിട്ട് ഈ ലിവർ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ഡ്രൈവിലേക്ക് വന്നു. മാനുവൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നതാണ്. അപ്പോൾ അതിനിവിടെ 1M എന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ 1D ആയിരുന്നു, ഇപ്പം 1 മാനുവൽ ഡ്രൈവ് 1M എന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ മാനുവൽ ഡ്രൈവിലേക്ക് വന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാം. ഇനി ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പ്ലസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ലിവർ താഴോട്ട് പിടിക്കുന്നതിനനുസരിച്ച് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞ് ഗിയറുകൾ നമുക്ക് ഇട്ടിട്ട് പോകാം. ഇനി മേളിലേക്ക് ഇത് ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഫോർത്തിലാണ് പോകുന്നതെങ്കിൽ ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്നിങ്ങനെ ഗിയർ ഡൗൺ ചെയ്യാം. നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഞാനിത് വണ്ടി എടുക്കുകയാണ്. മാനുവൽ ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്നു. എന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു. ഈ ലിവർ പെഡലിൽ പിടിച്ചിട്ട് താഴോട്ട് വന്നിടുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വീണിട്ടുണ്ട്. താഴോട്ട് ഇട്ടപ്പോൾ സെക്കൻഡ് ഗിയർ വീണു. വീണ്ടും ഞാനിത് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അത്യാവശ്യം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആയി. ഗിയർ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ മാനുവലായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനി ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു വണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തന്നത് ജോസഫ് ആൻ്റണി എന്ന് പറയുന്ന ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി പറയുന്നു. കട്ടപ്പനക്കാരനാണ്. നമ്മുടെ വീഡിയോ കാണുന്ന സാലി എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം പ്രത്യേക ഒരു നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.